ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ ഒഴിവാക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. മുൻ രാജ്യസഭാ എം പി സുബ്രഹ്മണ്യൻ സ്വാമി, അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ തുടങ്ങിയവർ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളാണ് തള്ളിയത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് വിധി. പൊതുതാൽപര്യ ഹർജികൾക്ക് കൂടുതൽ ചർച്ചയും വിധിയും ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബെഞ്ച് ഹർജികൾ തള്ളിയത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെന്നും എന്തിനാണിപ്പോൾ പ്രശ്നം ഉയർത്തുന്നതെന്നും കോടതി ചോദിച്ചു. ഈ രണ്ട് പദങ്ങളും 1976 ഭേദഗതികളിലൂടെയാണ് ഉണ്ടാക്കിയത്. 1949 ഭരണഘടന അംഗീകരിച്ചതിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്തുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് വിശദമായ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടെന്നും ബെഞ്ച് വ്യക്തമാക്കി. 1976 ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഇന്ദിരാഗാന്ധി സർക്കാർ ചേർത്തത്. ഇതിനെ ചോദ്യം ചെയ്താണ് ഹർജിക്കാർ സുപ്രീംകോടതിയിലെത്തിയത്. മതേതരത്വം എക്കാലത്തും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് നേരത്തെ കേസ് പരിഗണിച്ച സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. സോഷ്യലിസം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് വ്യക്തിസ്വാതന്ത്ര്യം കുറയ്ക്കലാകുമെന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞിരുന്നതായാണ് ഹർജിക്കാരിലൊരാളായ അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ വാദിച്ചത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.